ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 108. നമ്മളിന്ന് മണ്ഡലം 1 സൂക്തം 49 50 നോക്കുന്നത്. ഇതിലെ ദേവത ഉഷസ്സും സൂര്യനുമാണ്. സൂര്യൻ്റെ മുമ്പിൽ, സൂര്യൻ ഉദിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ അതിൻ്റെ മുമ്പിലാണ് പ്രകാശം വരുന്നത്. ഒരു തിരി കത്തുമ്പോൾ ആ തിരിയുടെ നടുവിൽ നിന്നല്ല പ്രകാശം വരുന്നത്, തിരിയുടെ പുറത്ത് നിന്നാണ്. ആ പ്രകാശത്തിൻ്റെ സ്രോതസ്സിനെയാണ് ഉഷസ് എന്ന് പറയുന്നത്. ആ ഏറിയ അതാണ് ആദ്യം മുമ്പ് ഉദിച്ചു വരിക. അതിന് ശേഷം സൂര്യനും വരും. അപ്പം രണ്ടും ബന്ധിപ്പിച്ചു വരുന്നത് തന്നെ നമുക്ക് നോക്കാം. കാരണം ഇത് വളരെ ലളിതമായ രണ്ട് സൂക്തങ്ങളാണ്, നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ചിലത് അറിയില്ല, അവിടെ കുറച്ച് വിസ്തരിച്ച് പറയാം. അപ്പം ആദ്യം 49 ഉഷസ്സിനെ പറ്റി മന്ത്രം 1 എന്ത് പറയുന്നു എന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 49-1. ഋഷി പ്രസ്കണ്വൻ ദേവതാ ഉഷസ് ഛന്ദസ് അനുഷ്ഠുത്വം. ഉഷോ ഭദ്രേഭിരാഗഹി ദീവഛിദ്രോജനാദധി വഹന്ത്യ അരുണഃ സവ ഉപത്വാ സോമിനോ ഗൃഹം. പ്രകാശമാനമായ ആകാശത്തിൽ കൂടിയും ഉത്തരമാർഗത്തിൽ കൂടിയും വരുവാൻ ഉഷയോട് ആഹ്വാനം ചെയ്യുന്നു. സോമയാഗക്കാരൻ്റെ ഭവനത്തിൽ ചുവന്ന വർണ്ണങ്ങളോടുകൂടിയ അശ്വത്തിൽ ഉഷ വരുന്നു. ഉത്തരമാർഗത്തിലൂടെ കൂടി പ്രകാശത്തെ വരാൻ ആ വരുന്ന വഴിയെ പറ്റി പറയുകയാണ്. പ്രകാശത്തിൽ കൂടി വരികയാണ്. അപ്പം ഉഷസ് ആ സൂര്യൻ്റെ മുമ്പിലുള്ള ആ പ്രകാശം ഉത്ഭവിക്കുന്ന ആ സ്ഥാനത്തിനാണ് ഉഷസ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് സൂര്യൻ പ്രകാശം മുഴുവൻ വ്യാപിക്കും. ആ പ്രകാശത്തിലൂടെയാണ് ടോർച്ച് നമ്മൾ അടിച്ചു പോവുകയാണെങ്കിൽ ആ ടോർച്ചിൻ്റെ പ്രകാശത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതുപോലെ ഉഷസ് ആ പ്രകാശത്തിലൂടെ കടന്നു വരൂ എന്ന് പറയുകയാണ്. മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല. സോമയാഗക്കാരൻ്റെ, അതായത് കർമ്മങ്ങൾ ചെയ്യുന്നവൻ്റെ ഭവനത്തില് ചുവന്ന വർണ്ണങ്ങളോടുകൂടിയ അശ്വങ്ങൾ നിന്നെ കൊണ്ടുവരട്ടെ. ചുവന്ന അശ്വങ്ങൾ, വർണ്ണങ്ങളോടുകൂടി അശ്വങ്ങൾ. അപ്പോൾ അശ്വം എന്ന് പറഞ്ഞാൽ ഊർജമാണ്, എനർജിയാണ്. അപ്പോൾ അത് ഊർജം പ്രകാശ രൂപത്തിലാകുമ്പോൾ ആദ്യം നമ്മൾ ഒരു ചുവന്ന പ്രകാശത്തിലൂടെയാണ് കാണുക. ഉദിച്ചു വരുന്ന സമയത്തെല്ലാം അന്തരീക്ഷത്തിൽ ഒരു ചുവപ്പ് നിറമാണ് ആദ്യം നമുക്ക് പ്രകടമാകുന്നത്. ഇപ്പോൾ ഒരു ചുവന്ന പ്രകാശത്തോടു കൂടി വരാൻ പറയുകയാണ്. കാരണം സൂര്യൻ്റെ എല്ലാ നിറങ്ങളുണ്ടെങ്കിലും പലതും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി മാറിപ്പോയിട്ട് അവസാനം നമ്മളിലെത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ചിലപ്പോൾ ചുവപ്പായിരിക്കാം. അപ്പം രാവിലെ അതോടുകൂടി വരാൻ പറയുകയാണ്. ഇനി 2 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 49-2. സുപേശസം സുഖം രഥം യമധ്യസ്ഥ ഉഷസ്ത്വം തേനാസുശ്രമം ജനം പ്രാവാദ്യ ദുഹിതർദിവാം. സുന്ദരവും സുഖദായകവുമായ രഥത്തിൽ വിരാജിച്ച് ആ രഥത്തിൽ കയറി വന്ന് യജമാനനെ രക്ഷിക്കാൻ ഉഷയോട് ആഹ്വാനം ചെയ്യുന്നു. ആകാശപുത്രിയായ ഉഷസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആകാശത്തിന്റെ പുത്രിയാണ്. സൂര്യന് ഉഷസ്സല്ല ആകാശത്തിലാണ് വരുന്നത്. അതിൽ പിന്നെ വേറെ ഡൗട്ടൊന്നുമില്ല. നീ സുന്ദരവും സുഖദായകവുമായ രഥത്തിൽ വരണേ. സുന്ദരമായ രഥത്തിൽ, കാരണം ആകാശത്തിലെ സൂര്യൻ ഒരു രഥത്തിൽ സഞ്ചരിക്കുന്ന മാതിരിയാണ് സങ്കല്പിച്ചിരിക്കുന്നത്. സൂര്യൻ നടുവിൽ രഥത്തിലിരിക്കുന്ന രഥത്തെ വലിച്ചുകൊണ്ട് 7 അശ്വങ്ങൾ പോകുന്നുണ്ട് എന്ന് പറയുകയാണ്. 7 സൂര്യന് 7 വെളിച്ചം എന്ന നിലയിൽ വേണമെങ്കിൽ നമുക്ക് അതിനെ കാണാം. സൂര്യവെളിച്ചത്തിൽ 7 നിറങ്ങളുണ്ട്. 7 അശ്വങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നതായിട്ട് കാണാം. സൂര്യന് ചുറ്റും 7 നവഗ്രഹങ്ങളിലെ 7 വലിച്ചു കൊണ്ടുപോകുന്നതായിട്ടും കാണാം.
കാരണം സൂര്യൻ നടുവിലിരിക്കുന്നു, അതിന് ചുറ്റും ഓർബിറ്റിൽ 7 എണ്ണമുണ്ട്. രാഹുകേതുക്കളെ ഒഴിവാക്കിയിട്ടുണ്ട്, മറ്റേ ചിലതിനെല്ലാം ശനി കഴിച്ചിട്ടുള്ളതിനെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. അതാണ് ജ്യോതിഷത്തിന്റെ തത്വം. അതുപ്രകാരം വലിച്ചു കൊണ്ടുപോകുക എന്ന് പറഞ്ഞാല് നമ്മൾ ഇപ്പോൾ കാണുന്ന സൂര്യന്റെ ചലനം ഭൂമിയുടെ കറക്കം കൊണ്ടാണ്, അതുകൊണ്ട് സൂര്യൻ ചലിക്കുന്നതാണ്. പക്ഷെ സൂര്യൻ ഈ ഗ്രഹങ്ങളെയെല്ലാം വലിച്ചുകൊണ്ട് ധ്രുവ നക്ഷത്രത്തിന് ചുറ്റും ചുറ്റുന്നുണ്ട്. അത് മാത്രമല്ല, സൂര്യൻ ഉൾക്കൊള്ളുന്ന മരുത്ത് ഈ 49 മരുത്തിന്റെ കൂടെ പ്രപഞ്ചം മുഴുവനും കറങ്ങുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ സൂര്യൻ ചലിക്കുന്നുണ്ട് പലതരത്തിൽ. ആ സഞ്ചരിക്കുമ്പോൾ സൂര്യനെ ഈ 7 ഗ്രഹങ്ങളും വലിച്ചു കൊണ്ടുപോകുന്നതായിട്ട് സങ്കല്പിക്കുക. അത് നമുക്ക് അധികം മനസ്സിലാക്കാത്ത കാര്യമാണ്. വേദമാണിത് പറഞ്ഞു തരുന്നത്. എന്നിട്ട് ഈ രഥത്തിൽ വന്നിട്ടാണ് നമ്മളെ രക്ഷിക്കണേ എന്ന് പറയുന്നത്. സൂര്യനാണ് നമ്മളെ രക്ഷിക്കുന്നത്. സൂര്യന്റെ ചലനം അനുസരിച്ചാണ് നമ്മളെ കർമ്മങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളെ ജീവനെ ചലിപ്പിക്കുന്നതും സൂര്യനാണ്. നാഡികളിലൂടെ സൂര്യൻ ചലിക്കുന്നുണ്ട്. അതെല്ലാം പിന്നീട് നമുക്ക് ആ വിഷയം വരുന്നിടത്ത് കാണാം. അതൊന്നും ശാസ്ത്രലോകം മനസ്സിലാക്കിയത് അല്ല. അപ്പോൾ ഇവിടെ സൂര്യനാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യന്റെ മുമ്പിലുള്ള ആ പ്രകാശത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഉഷസ്സോടാണ് പറയുന്നത്. കാരണം സൂര്യനും ഉഷസ്സും എല്ലാം ചേർന്ന് സഞ്ചരിക്കുന്നതല്ല. അതിൻ്റെ മുമ്പിൽ അശ്വിനി കുമാരന്മാർ സഞ്ചരിക്കുന്നു. എല്ലാം പറഞ്ഞതോ ഒന്നിനോട് പറഞ്ഞതോ ഒന്നിനെ പറ്റി പറയുന്ന മറ്റേനും ബാധകമാണ്. അപ്പോൾ സൂര്യൻ ചലിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ എന്തുകൊണ്ട് സൂര്യന്റെ ആ രഥത്തിന്റെ മുമ്പിലാണ്, ആ രഥത്തിൽ തന്നെയാണ് ഉഷസ്സുള്ളത്. ഉഷസ്സും ഈ രഥത്തോടൊപ്പം ചലിക്കുന്നു, എന്നിട്ട് ലോകത്തെ നയിക്കുന്നു. ഇപ്പൊ സൂര്യൻ വെളിച്ചുകൊണ്ടില്ലെങ്കിൽ ചെടികളൊന്നും ഉണ്ടാവില്ല. സൂര്യപ്രകാശം നോക്കിയിട്ടില്ലെങ്കിൽ ചെടികൾ ഉണ്ടാവില്ല. നമുക്കും സൂര്യപ്രകാശത്തിന്റെ ആവശ്യമുണ്ട്. അങ്ങനെയാണ് ചിന്തിക്കുമ്പോൾ നമ്മൾ നയിക്കുന്നത് സൂര്യനാണെന്ന് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അതിന് നാടികളിലൂടെയുള്ള പോകുന്നതിനെ പറ്റിയൊന്നും ചിന്തിക്കണ്ട. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 49-3 പയച്ചിത്തേ പദത്രിണോ ദിവ ചതുഷ്പദ ജൂനി ഉഷപ്രാരൻ നിർദൂരനു ദിവോ അന്ധേഭ്യസ്പരി. ഉജ്ജ്വല വർണ്ണമുള്ള ഉഷ വരുമ്പോൾ തന്നെ മനുഷ്യരും നാൽക്കാലികളും പക്ഷികളും എല്ലാം ചലിക്കുവാൻ തുടങ്ങുന്നു. ഇനി 3 എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഉജ്ജ്വല വർണ്ണങ്ങളിലുള്ള ഉഷസ്സാണ്. ഉഷസ് പല വർണ്ണങ്ങളുള്ളതാണ്. അത് നമുക്കറിയാം. സൂര്യവെളിച്ചത്തിൽ അനേകം വർണ്ണങ്ങളുണ്ട്. വർണ്ണങ്ങൾ മാത്രമല്ല, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും ഉണ്ട്. അതെല്ലാം പോട്ടെ, നമുക്ക് പ്രധാനപ്പെട്ട 7 വർണ്ണങ്ങൾ ഉണ്ട്. അത് വരുമ്പോൾ, ഈ ഉഷസ് വരുമ്പോൾ, അതായത് ആ സൂര്യൻ ഉദിച്ചുയരുന്ന ആ പ്രകാശത്തെയാണ് ഉഷസ് എന്ന് പറയുന്നത്. അത് ഉദിച്ചുയരുമ്പോൾ തന്നെ മനുഷ്യരും നാൽക്കാലികളും പക്ഷികളും എല്ലാം ചലിച്ചു തുടങ്ങുന്നു. ആ പറഞ്ഞതിൻ്റെ അർത്ഥം സൂര്യൻ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. സൂര്യനിൽ നിന്നുള്ള ബലങ്ങൾ നമ്മളെ നാഡികളിലൂടെ മനസ്സിനെ സ്വാധീനിച്ചിട്ട് മനസ്സിനെ ഉറക്കുന്നുണ്ട്. നമ്മൾ ഗാഠനിദ്രയിൽ ആയിരിക്കുമ്പോൾ നമ്മളില്ല. പക്ഷേ ആ സൂര്യൻ വരുമ്പോൾ അതിനനുസരിച്ചാണ് നമ്മളെ നാഡികളിൽ സൂര്യനും ചന്ദ്രനും എല്ലാം സഞ്ചരിക്കുന്നുണ്ട്. ആ സമയത്തുമ്പോൾ ആ ഉഷസ് വരുമ്പോൾ നമ്മളെ മനസ്സിൽ ഉണരാനുള്ള പ്രേരണ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉണരുന്നു, ആക്റ്റീവ് ആവുന്നു, കർമ്മത്തിന് നമ്മളെ പ്രേരിപ്പിക്കുന്നു. നമ്മളെ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളെയും. ഇനി 4 എന്താണ് പറയുന്നത്? ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 49-4 വിച്ഛന്തീഹി രശ്മിഭിർ വിശ്വമാഭാസി രോചനം താം ത്വാം ഉഷർ വസൂയവോ ഗീർഭി കണ്വാ അഹൂഷദ. സ്വന്തം കിരണങ്ങളോടുകൂടി ഉദിക്കുന്ന ഉഷ എല്ലാ ലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്നു. ധനാഗ്രഹത്തോടു കൂടിയ
കണ്ണു വംശക്കാർ സ്തുതികളാൽ ഉഷയെ ആഹ്വാനം ചെയ്യുന്നു. ഇങ്ങനെ സ്വന്തം കിരണങ്ങളോടുകൂടി പ്രകാശത്തോടുകൂടി ഉദിക്കുന്ന ഉഷസ് എല്ലാ ലോകങ്ങളെയും 7 ലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്നു. 7 ലോകങ്ങളിൽ 49 മരുത്തുക്കളുണ്ട്. അപ്പൊ സൂര്യൻ ഈ നമ്മുടെ ഗ്രഹങ്ങളെയെല്ലാം വലിച്ചുകൊണ്ട്, ഭൂമിയെല്ലാം വലിച്ചുകൊണ്ട് ധ്രുവനക്ഷത്രത്തിന് ചുറ്റും പോകുന്നുണ്ട്. ധ്രുവനക്ഷത്രത്തിൽ മാത്രമല്ല, അതിരിക്കുന്ന മരുത്തുക്കൾ സ്വയം വട്ടത്തിൽ കറങ്ങുകയും ആ മരുത്തുക്കൾ ആകാശത്തിലൂടെ 7 ലോകങ്ങളിലൂടെയും സഞ്ചരിക്കുന്നുണ്ട്. 7 ലോകങ്ങളിൽ 49 മരുത്തുക്കളുണ്ട്. ഒന്നിലാണ് സൂര്യനുള്ളത്. ബാക്കി 48 മരുത്തുക്കളുടെയും ചുറ്റും 7 ലോകങ്ങളിലൂടെയും ഈ സൂര്യൻ ചലിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞ് വെക്കുന്നത്. അപ്പം അവയെല്ലാം പ്രകാശിപ്പിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമുക്കൊരു ടോർച്ച് കൊണ്ട് ഈ മുറിയെ പ്രകാശിപ്പിക്കാൻ പറ്റും. നമ്മൾ ഈ ടോർച്ച് എടുത്തിട്ട് ഇവിടെ നിന്ന് അങ്ങ് ഡൽഹി വരെ എല്ലായിടത്തും ഇങ്ങനെ നടക്കിയാൽ എല്ലായിടത്തും അത് പ്രകാശിക്കും. ആ അർത്ഥത്തിൽ എടുത്താൽ മതി. ധനം ആഗ്രഹിച്ചുകൊണ്ട് കണ്ണുവംശക്കാർ, ഇത് എഴുതിയ കണ്ണുവംശ ഗോത്രരാണ്. അവർ പറയുന്നത് നമ്മളെ ധനം ആകർഷിച്ചുകൊണ്ട് സ്തുതികളാൽ നിന്നെ ആഹ്വാനം ചെയ്തിരുന്നു. സ്തുതികളാൽ, വേദമന്ത്രങ്ങളാൽ, വേദങ്ങളിൽ പറയുന്ന ശാസ്ത്ര തത്വങ്ങളാൽ, അല്ലെ ആധുനിക സയൻസിന്റെ അടിസ്ഥാനത്തിൽ കണ്ണുവംശീയരും ധനം നേടുവാനായി സൂര്യനെ ആശ്രയിച്ചിരുന്നു, അല്ലെങ്കിൽ ഉഷസ്സിനെ ആശ്രയിച്ചിരുന്നു. ഉഷസ് ഉദിക്കുമ്പോഴാണ് ചെടികൾക്ക് വെളിച്ചെല്ലാം കിട്ടുന്നത്, ഭക്ഷണം ഉണ്ടാക്കുന്നത്. ചെടികൾ വളർന്നാൽ തന്നെ ധാന്യങ്ങൾ ഉണ്ടാകുന്നു. ആ കൃഷിയിലൂടെ തന്നെയാണ് ധനം കിട്ടുന്നത്. അപ്പം അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും എല്ലാം സൂര്യനെ ആശ്രയിക്കുക തന്നെയാണ്, അല്ലെങ്കിൽ ഉഷസ്സിനെ, സൂര്യൻ എന്ന് പറയുമ്പോൾ ഉഷസ്സിനെ ആശ്രയിക്കുക തന്നെയാണ് മനുഷ്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഇനി നമുക്ക് സൂക്തം 50 സൂര്യനെ പറ്റി പറയുന്നത് നോക്കാം. ആദ്യത്തെ 1-ാമത്തെ മന്ത്രത്തിൽ എന്താണ് പറയുന്നത്? ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 50-1. ഋഷി പ്രസ്കണ്ണൻ, ദേവതാ സൂര്യൻ, ഛന്ദസ് ഗായത്രി. ഉദുസ്ത്വം ജാതവേദസം ദേവം വഹന്തി കേതവ ദൃശേ വിശ്വായ സൂര്യം. സർവഭൂതങ്ങളുടെ ജ്ഞാതാവും പ്രകാശവാനുമായ സൂര്യനെ രശ്മികൾ ആകാശത്തിൽ കൂടി വഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. സർവഭൂതങ്ങളുടെയും ജ്ഞാതാവ്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനെയും അറിയാവുന്ന സൂര്യൻ. കാരണം സൂര്യനാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നയിച്ചു കൊണ്ടുപോകുന്നത്. നയിക്കുക എന്ന് പറയുമ്പോൾ സൂര്യൻ വലിച്ചു കെട്ടി കൊണ്ടുപോകുന്നതല്ല. സൂര്യൻ, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നമ്മളെ സൗരയൂഥ സിസ്റ്റത്തിലുള്ളതല്ല, നമ്മുടെ സൗരയൂഥ സിസ്റ്റത്തിലുള്ള ഗ്രഹങ്ങളെയും എല്ലാം സൂര്യനാണ് വലിച്ച്. സൂര്യൻ അതിനെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം ഉണ്ട്. നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത് സൂര്യനാണ്. അപ്പം എല്ലാ ജ്ഞാനങ്ങളും സൗരയൂഥ സിസ്റ്റത്തിലൂടെയാണ് നടപ്പാക്കുന്നത്. കാരണം ഏതൊരു കമ്പ്യൂട്ടറും വർക്ക് ചെയ്യുന്നത് അതിനൊരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാം അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുക. ആ കാര്യങ്ങൾ നടക്കുന്നതും സമയബന്ധിതമായിട്ടാണ്, സമയമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ്. നമ്മളൊരു വീട് പ്ലാന് വരച്ചു കഴിഞ്ഞാൽ മേസ്ത്രിയോട് ചോദിച്ചാൽ എത്ര കാലം കൊണ്ട് തീരുന്നു പറഞ്ഞാൽ ഇത്ര മാസം എന്ന് പറയും. അത് ആ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ സാഹചര്യത്തിൽ അത്രയും ദിവസങ്ങളുണ്ടെങ്കിലേ ഒരു വീട് നിൽക്കാൻ പറ്റും. കാരണം വാർത്താൽ ഇത്ര സമയമുണ്ട്, എല്ലാത്തിനും ഒരു ടൈമുണ്ട്, ഒരു ടൈം ഷെഡ്യൂൾ വെച്ചിട്ടാണ് പോവുക. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇത്ര മാസം. മനുഷ്യൻ്റെ ജീവിതത്തിന് ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ട്. മാക്സിമം വന്നാലും ഒരു 100-ഓ 120-ഓ അതിനടുപ്പിച്ചിട്ടുള്ള ഒരു സമയം. ഒരു 125 എല്ലാം പറയാം ആവറേജ്. കാരണം അതിൽ ചെറിയ ഏറ്റക്കുറച്ചിലെല്ലാം വരും. എന്നാലും ഒരു 120 എന്ന് വേണമെങ്കിൽ പറയാം മാക്സിമം. ഒരു കുട്ടി വളരുന്നതിന് അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുന്നതിന് ഒരു സമയമുണ്ട്. നമ്മൾ വിദ്യാഭ്യാസത്തിന് ഇരുത്തുന്നത് ഭക്ഷണം കഴിച്ചിട്ട് തടി വെച്ചോ എന്ന് നോക്കിയിട്ടല്ല, വർഷം കണക്കാക്കിയിട്ട്. ഇതെല്ലാം ഒരു സ്കൂളിലെ ടൈം ടേബിൾ എല്ലാം നടക്കുന്നത് ടൈം വെച്ചിട്ടാണ്. അതേപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത് സമയവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ്. സമയം
സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നതും അല്ലെങ്കിൽ സൂര്യൻ്റെ കറക്കങ്ങളും എല്ലാമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് ക്ലോക്കിലെ പെൻഡുലം ചലിക്കുന്നത് പോലെയാണ് ഗ്രഹങ്ങൾ ചലിക്കുന്നത്. അതിൻ്റെ ചലനമനുസരിച്ചാണ് നമ്മുടെ പ്ലാനുകൾ, ഈ പ്രപഞ്ചത്തിൻ്റെ പ്ലാനുകളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ ജ്ഞാനവും അറിയുന്നത് സൂര്യൻ തന്നെയാണ്. പ്രകാശവാനമായ സൂര്യനാണ്. അദ്ദേഹത്തെ രശ്മികൾ ആകാശത്തുകൂടെ വഹിച്ചു കൊണ്ടുപോകും. ആ സൂര്യൻ പോകുമ്പോൾ അതിൻ്റെ രശ്മികൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിനെ കവിഭാവനയിൽ പറയുകയാണ് രശ്മികൾ, കയറുമാരിയാണല്ലോ രശ്മികളുള്ളത്. അപ്പോൾ ആ കയറിലെ രശ്മികൾ സൂര്യനെ വലിച്ചു പോകുന്നതായിട്ട് ചിത്രീകരിക്കുകയായിട്ട് കണ്ടാൽ മതി. ഇനി 2 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 50-2. അവത്തേ തായവോ യഥാ നക്ഷത്ര യന്തുക്തുഭി സൂര്യായ വിശ്വചക്ഷുഷേ. സർവദർശിയായ സൂര്യൻ പ്രത്യക്ഷമാകുമ്പോൾ തന്നെ നക്ഷത്രാദികളെല്ലാം കള്ളന്മാരെ പോലെ ഓടിമറയുന്നു. എല്ലാറ്റിനെയും ദർശിക്കുന്നതായ സൂര്യൻ, അവ സൂര്യ വെളിച്ചം എല്ലായിടത്തും എത്തുന്നുണ്ട് എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണ സഹിതം പറയുകയാണ്. സൂര്യൻ വരുമ്പോഴേക്ക് നക്ഷത്രങ്ങളെല്ലാം കള്ളന്മാരെ പോലെ ഒളിക്കുന്നു. സൂര്യവർഷ പ്രകാശം വരുമ്പോൾ നക്ഷത്രങ്ങളുടെ പ്രകാശമെല്ലാം അതിലില്ലാതായി പോകുന്നു. അപ്പം നമുക്ക് നക്ഷത്രത്തെ പകല് കാണാൻ പറ്റുന്നില്ല. അപ്പം നക്ഷത്രങ്ങളെല്ലാം ഓടി ഒളിക്കുന്നു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചിട്ട് ഓടി ഒളിക്കുന്ന വഴിയെല്ലാം വ്യാഖ്യാനിക്കാം. അത് അജ്ഞാനികൾക്ക്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. സൂര്യൻ്റെ വെളിച്ചം വരുമ്പോൾ നക്ഷത്രത്തെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇവിടെ എന്ന് പറയുന്നു കള്ളന്മാരെ പോലെ ഓടി ഒളിക്കുന്നു. അതായത് സൂര്യൻ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നുണ്ട്. അത് പറയാൻ വേണ്ടി മാത്രമാണ്. ഇനി 3 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 50-3. അദൃശ്രമസ്യ കേതവോ വിരശ്മയോ ജനാമനോ പ്രജന്തോ അഗ്നയോ യഥാ. സൂര്യന്റെ ധ്വജരൂപമാകുന്ന രശ്മികൾ കത്തിജ്വലിക്കുന്ന അഗ്നിക്ക് തുല്യം മനുഷ്യർക്ക് ദൃഷ്ടിഗോചരമാകുന്നു. സൂര്യന്റെ ധ്വജരൂപമാകുന്ന രശ്മികൾ, സൂര്യന്റെ രശ്മികളെ നമ്മൾ ഇംഗ്ലീഷിൽ സയൻസിൽ പറയുന്നത് ലൈറ്റ് ബീം, റേസ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ഓർ ബീം ഓഫ് ലൈറ്റ് എന്നാണ്. ഒരു ബീം മാതിരി. അത് തന്നെയാണ് ധ്വജമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ധ്വജരൂപത്തിലുള്ള രശ്മികൾ കത്തിജ്വലിക്കുന്ന അഗ്നിക്ക് തുല്യം. അത് കത്തിജ്വലിക്കുന്ന അഗ്നി പോലെ മനുഷ്യർക്ക് കാണാൻ പറ്റുന്നു. ആ രശ്മിയിലൂടെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും കാണുന്നത്. ഏതുപോലെ ഒരു തീ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ വടക്കെല്ലാം കത്തിച്ച് വെക്കുന്നില്ല സാധനങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ സൂര്യനും എന്ത് ചെയ്യുന്നുണ്ട്, കത്തിജ്വലിച്ചിട്ട് അതിൻ്റെ രശ്മികൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന തരത്തിലാക്കി തരുന്നു. ആ പ്രകാശത്തിലാണ് നമ്മളെല്ലാം കാണുന്നത്. അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. കണ്ണുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ഇനി 4 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 50-4. തരണീർ വിശ്വദർശദോ ജ്യോതിഷ്കൃതസി സൂര്യ വിശ്വമാദാസി രോചനം. വേഗവാനും ദർശന യോഗ്യനും സ്വയം പ്രകാശിതനുമായ സൂര്യൻ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു. സൂര്യ നീ വേഗവാനാണ്. സൂര്യൻ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന സഞ്ചാരത്തെ പറ്റി അല്ല അത് പറയുന്നത്. നമുക്കറിയാതെ ചില സഞ്ചാരമാണ്. ഈ സഞ്ചാരം എന്ന് പറയുന്നത് ഭൂമി അച്ചുതണ്ടിൽ കറങ്ങുന്നതുകൊണ്ട് നമുക്ക് തോന്നുന്നതാണ്. പക്ഷെ സൂര്യൻ നിന്നുണ്ട് ഈ ഭൂമിയെ എല്ലാം വലിച്ചുകൊണ്ട് ധ്രുവനക്ഷത്രത്തിന് ചുറ്റുന്നുണ്ട്. അത് മാത്രമല്ല, അതിരിക്കുന്ന സൂര്യനുള്ള ഈ മരുത്ത് ലോകം 7 ലോകങ്ങളിലും കൂടി കറങ്ങുന്നുണ്ട്. അപ്പം സൂര്യൻ, അപ്പോൾ അതിൻ്റെ വേഗത എന്തായിരിക്കും? അത്രയും വേഗവാനായ സൂര്യൻ എല്ലാവർക്കും ദർശനയോഗ്യമാണ്. അപ്പം അത് പോകുന്നതുകൊണ്ട് ലോകം മുഴുവൻ ദർശിക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവർക്കും ദർശിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൂരെയുള്ള സൂര്യനെ കാണാൻ പറ്റുന്നതിൻ്റെ ഒരു സ്ഥാനമുണ്ടല്ലോ. അപ്പം നക്ഷത്രത്തെ കാണുന്നവരെ സൂര്യനെയും മറ്റുള്ള മരുത്തുക്കളിലുള്ളവർക്ക് കാണാൻ പറ്റും. നക്ഷത്രന്മാര് കാണാൻ പറ്റുമല്ലോ. അതും
ചിലപ്പം കണ്ടില്ല, കാണാനും പറ്റില്ല. കാരണം നമുക്ക് തന്നെ എല്ലാ നക്ഷത്രത്തെയൊന്നും കാണാൻ പറ്റില്ല. അതിലൊരു നക്ഷത്രമാണ് സൂര്യൻ. എന്നാലും പ്രായോഗികമായിട്ട് എല്ലായിടത്തും കൂടിയും പോകുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരു പ്രധാനമന്ത്രി കണ്ണൂർ വന്നു, തിരുവനന്തപുരത്ത് വന്നു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം കണ്ടു എന്നുള്ള അർത്ഥമുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെയായിരിക്കും, പുറത്തിറങ്ങിയിട്ടില്ലെങ്കിലും. അപ്പോൾ ഓരോ ദേശത്തിലോട്ട് പോകുന്നുണ്ട്. ആ നിലയിൽ അതിനെ കണ്ടാൽ മതി. നീ അഖിലത്തെയും പ്രകാശിപ്പിക്കുന്നു, അഖില ലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്നുണ്ട്. കാരണം ഇത് 7 ലോകങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട്. സൂര്യൻ അതിന് പോകാനുള്ള മാർഗങ്ങൾ, വഴികൾ അവിടെ ഉണ്ട്. അത് പ്രപഞ്ചഘടന വിവരിക്കുന്നിടത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വിഷയം. ഇനി 5-ാമത്തെ ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 50-5. പ്രത്യങ് ദേവാനാം വിഷപ്രത്യങ്കു ദേശീ മാനുഷിൻ പ്രത്യങ് വിശ്വം സ്വർദൃശേ. ദേവഗണങ്ങളുടെയും മനുഷ്യരുടെയും അതുപോലെ എല്ലാ ജീവികളുടെയും മുന്നിൽ സൂര്യൻ പ്രകാശത്തോടുകൂടി പ്രത്യക്ഷപ്പെട്ട് ആകാശത്തിൽ കൂടി സഞ്ചരിക്കുന്നു. ഇതില് പറയുകയാണ്, സൂര്യ നീ ദേവന്മാരുടെയും മനുഷ്യരുടെയും അതുപോലെ എല്ലാ ജീവികളുടെയും മുന്നിൽ കൂടെ അങ്ങനെ സഞ്ചരിച്ചിട്ട് ആകാശത്തിലൂടെ സഞ്ചരിക്കുകയാണെന്ന്. ആകാശത്തിലൂടെ എല്ലാ ദേവതകളുടെയും, ദേവതകൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ എന്തെല്ലാം 10 ഉണ്ടോ അതെല്ലാം 33 കോടിയും ദേവതയാണ്. അത് ഈശ്വരനല്ല, കല്ലും മണ്ണും എല്ലാം ദേവതയാണ്. ഇപ്പം 49 മരുത്തുക്കളുണ്ട്. ഈ 49 മരുത്തുക്കളുടെ ഇടക്കൂട്ട പോകാന്നാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിൻ്റെ ചുറ്റും നീ സഞ്ചരിക്കുകയാണ് ആകാശത്തിലൂടെ. എല്ലാ ജീവികളുടെയും ഇടക്കൂടെയെല്ലാം സഞ്ചരിക്കുകയാണ്. പ്രകാശത്തോടു കൂടി സഞ്ചരിക്കുകയാണ് നീ ആകാശത്തോട്. ഇനി 6 ഋഗ്വേദം മണ്ഡലം 1 സൂക്ത 50-6. ഏനാ പാവക ചക്ഷസ ദുരണ്യന്തം ജനാൻ അനു ത്വം വരുണ പശ്യസി. സൂര്യൻ ഏത് നേത്രങ്ങൾ കൊണ്ട് മനുഷ്യനെ വീക്ഷിക്കുന്നുവോ ആ നേത്രങ്ങളെ ഞങ്ങൾ പ്രണമിക്കുന്നു. ഇവിടെ പറയുകയാണ്, നീ എത്ര നേത്രങ്ങൾ കൊണ്ടാണ് മനുഷ്യരെ വീക്ഷിക്കുന്നത്. അതായത് അത് സൂര്യന് കുറെ കണ്ണുണ്ട് എന്നൊന്നും ചിന്തിക്കണ്ട. നമുക്കിതെല്ലാം വീക്ഷിക്കണ്ടെങ്കിൽ എത്ര 2 കണ്ണുണ്ടല്ലേ, ഒന്നിപ്പുറത്ത് നോക്കാൻ ഒന്നിപ്പുറത്ത് നോക്കാൻ. അതിന് പിന്നിൽ നോക്കണ്ടെങ്കിൽ പിന്നിൽ ഒരു കണ്ണ് വേണ്ടി വരും, മുകളിൽ നോക്കണ്ടെങ്കിൽ മുകളിൽ ഒരു കണ്ണ് വേണ്ടി വരും. അപ്പം ആ നിലയിൽ പറയുകയാണ്, സൂര്യന് എല്ലാവരെയും നോക്കുവാനാണെങ്കിൽ എത്ര നേത്രങ്ങളെ കൊണ്ടാണ് നീ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് നേത്രമൊന്നും വേണ്ട. അത് എല്ലായിടത്തേക്കും കൂട്ടിയും പോകുമ്പോൾ അതിന് നേർക്ക് വരുന്നതെല്ലാം അത് കാണുന്നുണ്ട്. അതിനെ കാണാതെ ഒന്നുമില്ല, അതെല്ലാം മറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ആ നേരത്തിൽ എടുക്കണം. എല്ലാം കണ്ടുകൊണ്ടാണ് പോകുന്നത് എന്ന നിലയിൽ. അതുകൊണ്ട് കണ്ടുകൊണ്ട് കാണുന്നു എന്നുള്ള അർത്ഥത്തിലൊന്നും എടുക്കണ്ട. അപ്പം ഇതിൽ പറയുമ്പോൾ ഇങ്ങനെയെല്ലാം പറയും. അതുകൊണ്ട് സൂര്യന് കണ്ണുണ്ട്, കുറെ കണ്ണുണ്ട് എന്നൊന്നും ചിന്തിച്ച് പോകരുത്. അതായത് ഇത് എല്ലാ സ്ഥലത്തൂടെയും എല്ലാവർക്കും കാണാത്തക്കവണ്ണം ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കണ്ണുകളെ നമ്മൾ പ്രണമിക്കുന്നു എന്ന് പറയുകയാണ്. അതായത് നീ എല്ലാ സ്ഥലത്തും എല്ലാം നിന്റെ ആകർഷണ പരിധിയിൽ അല്ലെ ദൃഷ്ടിഗോചരത്തിൽ പെട്ടതാണ് എന്ന നിലയിൽ ഈ പ്രസ്താവനയെ കണ്ടാൽ മതി. അല്ലാതെ അതൊന്നും വലിയ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചിന്തിച്ചു പോകണ്ട. ഇനി 7 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 50-7. വിദ്യാമേഷി രജസ് സ്പൃത്വഃ മിമാനോ അക്തുഭി പശ്യൻ ജന്മാനി സൂര്യ. സൂര്യൻ രാത്രികളെ പകലുകളിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ട് ആകാശത്തിൽ കൂടി സഞ്ചരിക്കുന്നു. നീ രാത്രികളെ പകലിൽ നിന്നും വേർപെടുത്തിക്കൊണ്ട് ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറയുകയാണ്. രാത്രിയും പകലും ഉണ്ടാക്കിക്കൊണ്ട് എന്ന അർത്ഥത്തിൽ എടുത്താൽ മതി. രാത്രികളെ മാറ്റിക്കൊണ്ട് എന്ന് പറയുമ്പോൾ പകലിൽ നിന്ന് വേർതിരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും മാറി മാറി വരത്തക്കവണ്ണമാണ് നീ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നത്. രാത്രിയും പകലും ഉണ്ടാകുന്നത് ഭൂമിയുടെ കറക്കം കൊണ്ടാണ്.
ആ കറക്കം ഉണ്ടാക്കിക്കൊണ്ട് ഭൂമിയിൽ രാത്രിയും പകലും ഉണ്ടാക്കിക്കൊണ്ട് അതേസമയം ഭൂമിയെ വലിച്ചുകൊണ്ട് ഭൂമിയെ എല്ലാ ഗ്രഹങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് സൗരയൂഥത്തിലൂടെ വെച്ചുകൊണ്ട് നീ ആകാശത്തിലൂടെ കറങ്ങുന്നുണ്ട്. ഇനി 8 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 50-8 സപ്തത്വാ ഹരിതോരഥേവഹന്തി ദേവസൂര്യ ശോജിഷ്കേശം വിചക്ഷണ. ദൂരദ്രഷ്ടാവായ സൂര്യൻ തേജപൂർണങ്ങളായ രശ്മികൾ സഹിതം രഥത്തിൽ കയറി സപ്താശ്വങ്ങളാൽ വഹിക്കപ്പെട്ടുകൊണ്ട് പോകുന്നു. ദീർഘദൃഷ്ടിയുള്ള സൂര്യ, അതായത് അതിന് വളരെ ദൂരെ വരെ കാണാം. കാരണം അതിങ്ങനെ സഞ്ചരിക്കുന്നതുകൊണ്ട് എല്ലായിടത്തും കാണാം. ഇപ്പം നമ്മളിപ്പോൾ ട്രെയിനിൽ കയറിയിട്ട് ഡൽഹി വരെ പോവുകയാണെങ്കിൽ നമുക്ക് ആ പോകുന്ന വഴിക്കുള്ളിൽ എല്ലാം കാണാം. അല്ലാതെ ഇവിടെ നിന്ന് കാണുന്നു എന്നുള്ള അർത്ഥത്തിൽ എടുക്കണ്ട. അതുമാതിരി സൂര്യൻ ലോകം മുഴുവൻ കറങ്ങുന്നുണ്ട്, 7 ലോകങ്ങളിൽ കറങ്ങുന്നുണ്ട്. അപ്പം എല്ലായിടത്തും കണ്ടുകൊണ്ട് പോകുന്നത് ദീർഘദൃഷ്ടിയുണ്ട്. അതേസമയം ദൂരെ കാണാനും കഴിയും. തേജോപൂർണനുമായ രശ്മികളുള്ളതാണ്, നല്ല തേജസ്സുള്ള രശ്മികൾ. അതിൻ്റെ രശ്മികൾ ഭൂമി എല്ലാ പോകുന്ന വഴിയിലുള്ള എല്ലാത്തിനെയും ആകർഷിച്ചുകൊണ്ടാണ് പോകുന്നത്. അതിനെ നിന്നെ 7 അശ്വങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ 7 അശ്വങ്ങൾ 7 രശ്മികളായിട്ട് വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ 7 ഗ്രഹങ്ങൾ രാഹു കേതു ഒഴിച്ചിട്ട് ബാക്കിയുള്ള 7ഉം ഈ സൂര്യൻ്റെ കൂടെ തന്നെ പോകുന്നതുകൊണ്ട് അവ വലിച്ചു കൊണ്ടുപോകുന്നതായിട്ട് പറയുന്നതായിട്ട് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയുള്ള ഒരു പ്രസ്താവനയായിട്ട് ഇതിനെ കണ്ടായിരുന്നു. ഇനി 9 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 50-9 അയുക്ത സപ്ത ശുന്ധുവ സൂര്യോരഥസ്യ നപ്ത്യ താഭിർയാതി സ്വയുക്തിഭി. സൂര്യരഥത്തിൻ്റെ പുത്രീരൂപമായി സ്വയം ചേർന്നിരിക്കുന്ന സപ്താശ്വങ്ങളോടുകൂടിയ രഥത്തിൽ സൂര്യൻ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നു. ഇതിൽ പറയുന്നത് സൂര്യൻ്റെ പുത്രീരൂപമായ രശ്മികൾ, സൂര്യൻ്റെ പുത്രീരൂപമായ രശ്മികൾ എന്ന് പറഞ്ഞാൽ രശ്മികളെയാണ് പുത്രികളായിട്ട് സൂര്യനിൽ നിന്നുണ്ടാകുന്നതാണല്ലോ. അപ്പം അതിൻ്റെ പുത്രീരൂപമായ രശ്മികൾ എന്ത് ചെയ്യുന്നു? അതുമായിട്ട് ചേർന്നിരുന്നു കൊണ്ട് 7 ലോകങ്ങളിലൂടെയും ആകാശം മുഴുവൻ, ആകാശം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ തന്നെയാണ്. ഭൂമി, ജലം, വായു, ആകാശം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവനാണ് ഉദ്ദേശിക്കുന്നത്. ആകാശത്തിലൂടെ സപ്താശ്വങ്ങളുമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. 7 അശ്വങ്ങളോടുകൂടി. 7 അശ്വം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഈ രശ്മികളെ 7 രശ്മികളായിട്ട് എടുക്കാം. അവർ വലിച്ചു കൊണ്ടുപോകുന്നു. അല്ല, ഈ സൂര്യനോടുകൂടി രശ്മികൾ നിന്നുകൊണ്ട് എന്ന് പറയുമ്പോൾ മറ്റ് 7 ഗ്രഹങ്ങൾ, രാഹു കേതു ഒഴിച്ചിട്ടുള്ള 7 ഗ്രഹങ്ങൾ സൂര്യരഥത്തെ വലിച്ചുകൊണ്ട് ഇവരെയെല്ലാം വലിച്ചുകൊണ്ട് പോകുന്നു എന്ന അർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇനി 10 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 50-10 ഉദ്വയം തമസസ്പരി ജ്യോതിഷ് പശ്യന്ത ഉത്തരം ദേവം ദേവത്ര സൂര്യം അഗന്മ ജ്യോതിരുത്തമം. അന്ധകാരത്തിന് ഉപരി വിസ്തൃതമായ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്ന ദേവതകളിൽ ശ്രേഷ്ഠനായ സൂര്യനെ നമുക്ക് പ്രാപിക്കാം. ഇവിടെ ദേവതകളിൽ ശ്രേഷ്ഠനായ സൂര്യൻ, ദേവതകൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിലെല്ലാം ദേവതകൾ തന്നെയാണ്, കല്ലും മണ്ണും അല്ല. അതിൽ ഏറ്റവും ശ്രേഷ്ഠത എന്ത് തന്നെയാണ്? സൂര്യൻ തന്നെയാണ്. ചിലയിടത്ത് പറയുക അഗ്നിയാണെന്ന്, ഇവിടെ സൂര്യൻ എന്ന് പറയുകയാണ്. സൂര്യൻ എന്ത് ചെയ്യുകയാണ്? അന്ധകാരത്തിന് മുകളിൽ അന്ധകാരമുള്ള സ്ഥലത്തു കൂടിയും പ്രകാശം പരത്തിക്കൊണ്ട് അതെന്ത് ചെയ്യാണ്? സഞ്ചരിക്കുകയാണ്. അപ്പം ഏറ്റവും ശ്രേഷ്ഠമായ സൂര്യൻ അന്ധകാരത്തിനും അപ്പുറം പ്രകാശം പരത്തിക്കൊണ്ട്, അതായത് എവിടെയെല്ലാം ഇരുട്ടുണ്ടോ നമ്മൾ ടോർച്ച് കത്തിച്ച് പോകുമ്പോൾ ദൂരെയുള്ള ഇരുട്ടെല്ലാം മാറി പോകും. അതുപോലെ ഈ 7 ലോകങ്ങളിലൂടെ അത് അന്ധകാരത്തെ മാറ്റിക്കൊണ്ട്
അങ്ങനെ സഞ്ചരിക്കുകയാണ്. ഇതെല്ലാം മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഈ സഞ്ചരിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ മാത്രമേ ജനത്തിന് സംശയം ഉണ്ടാവുള്ളൂ. കാരണം ശാസ്ത്രലോകം കണ്ടെത്താത്ത കാര്യങ്ങളാണ് ഇവിടെ പ്രപഞ്ചഘടനയെ പറ്റിയെല്ലാം പറയുന്നത്. ഇനി 11 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 50-11. ഉദ്യൻ അദ്യമിത്രം അഹ ആരോഹൻ ഉത്തരാം ദിവം ഹൃദ്രോഗം മമ സൂര്യഹരിമാണം ച നാശയാം. മിത്രങ്ങളുടെ മിത്രനായ സൂര്യൻ ഉദിച്ച് ആകാശത്തിലേക്ക് ഉയർന്നുകൊണ്ട് എൻ്റെ ഹൃദയരോഗത്തെയും പീതവർണ്ണത്തെയും നശിപ്പിക്കണമേ. ഇവിടെ മിത്രങ്ങളുടെ മിത്രമായ സൂര്യനോട് പറയുകയാണ്, നീ ആകാശത്തിലൂടെ ഉദിച്ചിട്ട് ആകാശത്തിലൂടെ സഞ്ചരിച്ചിട്ട് എൻ്റെ ഹൃദ്രോഗവും മാറ്റണം, എൻ്റെ പീതവർണ്ണത്തിലുള്ള നിറത്തെയും മാറ്റണം. നമ്മുടെ ശരീരത്തിലെ പീതവർണ്ണങ്ങളെ മാറ്റാനുള്ള കഴിവ് ഏതിനുണ്ട്? സൂര്യനുണ്ട് എന്ന് പറയുകയാണ്. സൂര്യരശ്മികൾക്ക് നമ്മുടെ ശരീരത്തിലെ ഹൃദ്രോഗങ്ങളെ മാറ്റാനും പീതവർണ്ണം മാറ്റാനുള്ള കഴിവെല്ലാം ഉണ്ട് എന്ന് പറയുകയാണ്. സൂര്യന് നമ്മുടെ ജ്യോതിഷപ്രകാരമായിട്ട് സൂര്യൻ ഹൃദയമായിട്ട് ബന്ധപ്പെട്ടതാണ്. സൂര്യൻ വീക്കാവുമ്പോൾ ഹൃദ്രോഗങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പം നമ്മളെ ഹൃദ്രോഗങ്ങളെല്ലാം മാറ്റാനുള്ള കഴിവ് സൂര്യനായിട്ട് ബന്ധിപ്പിച്ച് കിടക്കുകയാണ്. അത് ജ്യോതിഷവുമായിട്ടുള്ളൊരു പരാമർശമായിട്ട് കണ്ടാൽ മതി. ഇനി 12 ഋഗ്വേദം മണ്ഡലം 1 സൂക്ത 50-12. സുകേഷു മേ ഹരിമാണം രോപണാകാസുദത്മസി അധോ ഹാരിദ്രവേഷു മേ ഹരിമാണം നിദത്മസി. ഞാൻ എൻ്റെ മഞ്ഞ നിറത്തെ ശുഖശാരികളിൽ സ്ഥാപിക്കുന്നു എന്ന് സൂര്യനോട് പറയുകയാണ്. ഇവിടെയും നമ്മൾ സൂര്യനുമായിട്ട് മഞ്ഞ നിറവുമായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള മഞ്ഞ നിറങ്ങളെയെല്ലാം ഈ സൂര്യനുമായിട്ട് ബന്ധിപ്പിച്ച് പറയുകയാണ്. സൂര്യരശ്മികൾക്ക് നമ്മുടെ ശരീരത്തിലുള്ള മഞ്ഞ നിറത്തിൽ, സൂര്യന് നമ്മളെ ശരീരത്തിലുണ്ടാക്കുന്ന മഞ്ഞ നിറം പോലെയുള്ള രോഗങ്ങളെല്ലാം മാറ്റാനുള്ള കഴിവുണ്ട് എന്നുള്ള ജ്യോതിഷപരമായതും ആയുർവേദപരമായതുമായ ഒരു പരാമർശമാണ് ഇവിടെ വീണ്ടും നടത്തുന്നത്. ഇനി 13 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 50-13. ഉദഗാദയമാദിത്യോ വിശ്വേന സഹസാ സഹ ദിഷന്തം മഹ്യം രന്ധയന്മേ അഹം ദിശതേ രഥം. സൂര്യൻ തൻ്റെ പൂർണ്ണ തേജസ്സോടുകൂടി എല്ലാ രോഗങ്ങളും നശിപ്പിക്കാൻ വേണ്ടി ഉദിക്കുന്നു. ഞാൻ ആ രോഗങ്ങളിൽ പതിക്കാതിരിക്കട്ടെ. ഇവിടെ പറയുന്നത് സൂര്യൻ നമ്മുടെ ശരീരത്തിലെ എല്ലാ രോഗങ്ങളെയും മാറ്റാൻ സഹായിക്കുന്നുണ്ട് എന്നാണ്. നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങളെല്ലാം സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ കാലത്തിലാണ് രോഗങ്ങൾ വരുന്നത്. അപ്പം നമ്മൾ മരിക്കുന്നത് തന്നെ ഒരു പ്രത്യേക സമയത്തുമ്പോഴാണ്. ഗ്രഹങ്ങൾ ഒരു പ്രത്യേക കടത്തിലെത്തുമ്പോഴാണ് നമ്മൾ ജനിക്കുന്നത്, മരിക്കുന്നത്. ആ ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ച് ചിലപ്പോൾ ഗ്രഹങ്ങൾ മോശമായിട്ട് വരുമ്പോൾ ചില ഗ്രഹങ്ങൾ മോശമായിട്ട് വരും, ചിലത് നല്ലതായിട്ട് വരും. അതിനനുസരിച്ച് നമ്മൾ എന്തുണ്ടാകും? ആ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ കൂടിയും കുറഞ്ഞുമെല്ലാം ഇരിക്കും. അതുകൊണ്ട് നമ്മുടെ രോഗങ്ങളെ മാറ്റുന്നതും ആ ഗ്രഹങ്ങൾ തന്നെയാണ്. നല്ല സ്ഥാനത്തേക്ക് വരുമ്പോൾ ആ രോഗങ്ങൾ മാറിപ്പോകും. അതോടുകൂടി എന്ത് പറയുന്നു? നമ്മുടെ രോഗങ്ങളിൽ പതിക്കാതിരിക്കുകയും വേണമേ എന്ന് പറയാം. നമുക്ക് രോഗം വരാതാക്കാനുള്ള സാധ്യതയും സൂര്യനും ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ജ്യോതിഷപരമായ പരാമർശമാണ്. സൂര്യന് ആക്റ്റീവാണെങ്കിൽ, നല്ല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ സൂര്യൻ ആരോഗ്യം നൽകും എന്നുള്ളത് ജ്യോതിഷത്തിലുള്ള ഒരു രഹസ്യമാണ്.